മലങ്കര ഓർത്തഡോക്സ് സഭ ലോകമെമ്പാടുമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രൈസ്തവ സഭയാണ്. പ്രത്യേകിച്ച് നോർത്ത് അമേരിക്കയിൽ 1950കളിലും 60കളിലുമായി അമേരിക്കയിൽ കുടിയേറി പാർത്ത സഭാമക്കൾക്ക് അവിടെ ചെല്ലുമ്പോൾ സുഖകരമായ ഒരു ജീവിതമായിരുന്നില്ല. ഭാഷ, കാലാവസ്ഥ, സാമൂഹ്യ സാംസ്കാരിക വ്യത്യാസങ്ങൾ ഇതെല്ലാം അവർ നേരിടേണ്ടി വന്ന വിഷയങ്ങളായിരുന്നു. പഠിച്ച് നല്ല ജോലി ലഭിച്ചെങ്കിലും നാട്ടിലുള്ള മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അവരുടെ പഠനങ്ങൾ, അവരുടെ ഭാവി, സ്വന്തം ജീവിതം, വിവാഹം, കുഞ്ഞുങ്ങളുടെ ഭാവി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് ശ്രദ്ധിക്കേണ്ടിയിരുന്നതിനാൽ ആദ്യകാലങ്ങളിൽ പോയിരുന്നവർ ശരിക്കും കഷ്ടപ്പെട്ടിരുന്നു. അതോടൊപ്പമായിരുന്നു ആരാധിക്കാനുള്ള അവരുടെ ആഗ്രഹവും. ആദ്യകാലങ്ങളിൽ ചെറിയ വീടുകളിൽ തുടങ്ങിയ പ്രാർത്ഥനാ കൂട്ടങ്ങൾ ക്രമേണ ദേവാലയങ്ങളായി മാറുകയും പിന്നീട് സ്വന്തമായി ദേവാലയങ്ങളാവുകയും ക്രമേണ മറ്റ് സ്ഥലങ്ങളിലേക്ക് ആ വളർച്ച ഉണ്ടാവുകയും ചെയ്തു. ഇന്ന് അവരുടെ 4ഉം 5ഉം തലമുറകളായി അവിടെ ജനിച്ചു വളർന്നവർ വൈദികരായി സേവനമനുഷ്ഠിക്കുകയും ആരാധനാ രീതികളിൽ ഒരു മാറ്റവുമില്ലാതെ അവരുടെ ഭാഷകളിൽ മലങ്കര ഓർത്തഡോക്സ് സഭാ പാരമ്പര്യത്തെ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു. നോർത്ത് അമേരിക്കയിൽ ഇടവകകൾ സ്ഥാപിച്ച, അവിടെ പ്രവർത്തിച്ച അനേകം വൈദികരും ജനങ്ങളും ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി. എന്നാൽ അവർ നട്ടു വളർത്തിയ സഭ വളർന്നു പന്തലിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായും അവരുടെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടായിരിക്കും. 1975 ആദ്യമായി അമേരിക്കൻ ഭദ്രാസനമായും പിന്നീട് 2009 നോർത്ത് ഈസ്റ്റ് ആൻഡ് സൗത്ത് വെസ്റ്റ് എന്ന പേരിൽ 2 ഭദ്രാസനമാവുകയും ചെയ്തു. കാനഡയുടെ പകുതി ഭാഗം നോർത്ത് ഈസ്റ്റിലും ബാക്കി സൗത്ത് വെസ്റ്റിലുമായിരുന്നു. 2024 നവംബറിൽ കാനഡ മൊത്തമായി ഒരു പുതിയ ഭദ്രാസനമായി വരികയും കാതോലിക്ക ബാവ ഭദ്രാസന മെത്രാപോലിത്തയായും നിക്കോളാസ് തിരുമേനി അസിസ്റ്റന്റ് ഭദ്രാസന മെത്രാപോലിത്തയുമായി ചുമതലയേറ്റു. ഇപ്പോൾ ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഒരാഴ്ച മുൻപ് ബാവ തിരുമേനി കാനഡ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ആക്ഷേപവും സൈബർ അറ്റാക്കും വന്നു. ബാവ തിരുമേനിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി അൽബർട്ടയുടെ തലസ്ഥാനമായ എഡ്മോണ്ടോൺ പള്ളിയിൽ വരുമ്പോൾ ബാവ തിരുമേനിയുടെ സ്വീകരണവുമായി ബന്ധപ്പെട്ട് ചിലവിലേക്കായി ഇടവക മക്കൾ കൊടുക്കേണ്ട പിരിവിനെ വികാരി അച്ഛൻ പറഞ്ഞതിനെതിരെയാണ് ആക്ഷേപവും സൈബർ ആക്രമണവും ഉണ്ടായത്. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും കേൾക്കാതെ ചെറിയൊരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്ത് കാതോലിക്ക ബാവയ്ക്ക് കൊടുക്കാനായി നിർബന്ധമായും പണം പിരിച്ചെടുക്കുമെന്ന് ചിത്രീകരിച്ചു. മേലനങ്ങാതെ വല്ലവനെയും നോക്കി ജീവിക്കുന്ന ചില ഞരമ്പ് രോഗികൾ അത് പ്രചരിപ്പിച്ചു. അതിന്റെ സത്യാവസ്ഥ വിശ്വാസികൾ മനസ്സിലാക്കണം. കാനഡയിലെ അൽബർട്ട പ്രൊവിൻസിൽ 2 പള്ളികളാണ് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കുള്ളത്. ഒന്നാമത്തേത് 1972 സ്ഥാപിതമായ എഡ്മോണ്ടോൺ പള്ളി. രണ്ടാമത്തേത് 2002 സ്ഥാപിതമായ കാൽഗറി പള്ളി. കാൽഗറി പള്ളി 2015 വസ്തു വാങ്ങി സ്വന്തമായി ദേവാലയം പണിതു. അതിന്റെ കൂദാശയ്ക്കാണ് കാതോലിക്ക ബാവ ഭദ്രാസന മെത്രാപോലിത്തി എന്ന നിലയിൽ ക്ഷണിച്ചതും വരുന്നതും. ഇന്ത്യയിലെ മറ്റു പള്ളികളിൽ പോകുന്നത് പോലെ അത്ര നിസ്സാരമല്ല. യൂറോപ്യൻ നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ ഒരു പള്ളിയിൽ മാത്രം പോയി തിരിച്ചു വരാൻ ഭാരിച്ച യാത്രാ ചിലവും ദീർഘദൂര യാത്രയും ഒരു വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ ഒരു വർഷത്തിൽ കൂടുതൽ സമയവും തണുപ്പുമാണ്. അങ്ങനെ വരുമ്പോൾ ഒരു പള്ളിയിൽ ഭാവിയെ ക്ഷണിക്കുമ്പോൾ സമീപ പള്ളികളിൽ കൂടി സന്ദർശിക്കുക സാധാരണ ഒരു കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ച പള്ളികളിൽ ആദ്യമായി ഒരു ബാവ തിരുമേനി പോകുന്നത് 2016 അന്നത്തെ കാതോലിക്കയായ പൗലോസ് ദ്വിതീയൻ ബാവയാണ്. 10 വർഷത്തിന് ശേഷം ഇപ്പോഴത്തെ കാതോലിക്ക ബാവ പോകുന്നത് 5 പള്ളികളിലാണ്: കാൽഗറി, എഡ്മോണ്ടോൺ, വാൻകവർ, സീറ്റിൽ ആൻഡ് സ്പോക്കെയിൻ. സ്പോക്കെയിൻ പള്ളിയാകട്ടെ ഒരു മിഷൻ പള്ളിയാണ്. അതായത് മലയാളികൾ ആരുമില്ലാത്ത, ഇംഗ്ലീഷുകാർ മാത്രമുള്ള പള്ളി. ഒരുപക്ഷെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആരാധനയും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കുന്ന ഒരേ ഒരു പള്ളി ഇത് മാത്രമാണ്. ആ ദേവാലയത്തിലേക്ക് ആദ്യമായിട്ടാണ് ഒരു സഭാ മേലധ്യക്ഷൻ പോകുന്നത്. അങ്ങനെ അവിടെ എത്തുന്ന സഭാധ്യക്ഷന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്വീകരണം അവർ കൊടുക്കും. അത് സഭാമക്കൾക്ക് സഭയോടുള്ള ആദരവും സ്നേഹവും പ്രകടിപ്പിക്കുകയാണ്. ഈ പള്ളികളിലെല്ലാം നാട്ടിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ്.
കാൽക്കരി പള്ളി അവരുടെ ദേവാലയ കൂദാശയുമായി ബന്ധപ്പെട്ട് നാട്ടിലൊരു ഭവനം കൊടുക്കാൻ തീരുമാനിച്ചു. വീട്ടിലില്ലാത്തവർക്ക് ഒരു വീട് എന്നുള്ള ബാബ തിരുമേനിയുടെ സഹോദരൻ പദ്ധതിയുമായി ചേർന്ന് അത് നൽകാനാണ് തീരുമാനം. ഇതറിഞ്ഞ മറ്റു പള്ളികളും സഹോദര പദ്ധതിക്ക് ഒരു പിന്തുണ എന്ന നിലയിൽ ഓരോ വീട് കൊടുക്കാൻ തീരുമാനിച്ചു. ഇത് അച്ഛന്മാരുടെ മാത്രം തീരുമാനമല്ല. ഇടവക പൊതുയോഗത്തിന്റെ ജനങ്ങളുടെ തീരുമാനം വികാരി അറിയിക്കുക മാത്രമാണ് ചെയ്തത്. മാത്രമല്ല, എഡ്മോണ്ടോൺ പള്ളിയിൽ മറ്റ് സഭാ തലവന്മാരെ ക്ഷണിച്ച് അവരുടെ സാന്നിധ്യത്തിലാണ് ബാബ തിരുമേനിക്ക് സ്വീകരണം നൽകുന്നത്. പള്ളിയുടെ വികാരി സെറാ പോളച്ചൻ ഈ രണ്ട് കാര്യത്തിന് വേണ്ടി, അതായത് ബാബയുടെ സ്വീകരണവും ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായ ഭവന നിർമ്മാണത്തിനും വേണ്ടിയാണ് $100 വീതം തരണമെന്നും ആരും തരാതിരിക്കരുതെന്നും പറഞ്ഞത്. മിക്ക അച്ഛന്മാരും അവരുടെ ഇടവകയിൽ സ്നേഹത്തോടെയും തമാശ രീതിയിലും കാര്യങ്ങൾ പറയാറുണ്ട്. ആ രീതിയിൽ അച്ഛൻ ഒരു കാര്യം കൂടി പറഞ്ഞു. തന്നില്ലെങ്കിൽ ബാബ തിരുമേനി പോയി കഴിഞ്ഞാലും മേടിച്ചിരിക്കുമെന്ന്. എല്ലാ അച്ഛന്മാരും പറയുന്നത് തന്നെയാണ് ഈ അച്ഛനും പറഞ്ഞത്. ഇതിനെയാണ് മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ച് ആ വൈദികനെയും ഇടവകയെയും അതുവഴി സഭയെയും കരിവാരിത്തേക്കുന്നത്. വാസ്തവം അറിയാത്തവർ ഇത് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ ആ വൈദികൻ അനുഭവിക്കുന്ന വേദനകൾ എത്രമാത്രമാണെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ കാണുന്നവർ ഒരു രസത്തിനായി മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ എന്തെങ്കിലും നേട്ടമുണ്ടോ? ചിന്തിക്കണം.